ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിമ്പിളായിട്ടൊരു പാസ്ത റെസിപ്പിയാണ് ഞാനിന്ന് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ ഓർക്കണേ. അപ്പോൾ നമുക്ക് പാസ്ത എങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്തെടുക്കുക എന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ പാസ്ത റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 200 ഗ്രാം പാസ്തയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് നന്നായി ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. അതുപോലെ അത് നല്ലതുപോലെയൊക്കെ ഒന്ന് തിളച്ച് അതൊന്ന് വെന്ത് കഴിയുമ്പോൾ ഒത്തിരി നേരം വേവാൻ നിൽക്കേണ്ട, ഒരു 1-2 മിനിറ്റ് മതി ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പാസ്ത വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഊറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്കേണ്ടത് ഒരു തക്കാളി, പിന്നെ കുറച്ച് ക്യാരറ്റ്, കുറച്ച് മല്ലിയില, പിന്നെ വേണ്ടത് കുറച്ച് ടൊമാറ്റോ സോസ്, സോയ സോസ്, പിന്നെ റെഡ് ചില്ലി സോസ്, പിന്നെ ചിക്കൻ മാഗി ക്യൂബും ഒരു പീസ് വേണം. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ക്യാരറ്റ് നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുത്ത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരു ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കാം. ഇത് കൈ കൊണ്ട് തന്നെ പതുക്കെ ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് കൊടുത്താൽ മതി. അത് തനിയെ തന്നെ മെൽറ്റ് ആയിക്കോളും. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ടൊമാറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റുക. ടൊമാറ്റോയിലെ ആ വെള്ളത്തിൻ്റെ ആ ഒരു അംശം മാറി കിട്ടുന്നതുവരെ നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ടൊമാറ്റോ റെഡിയായി കിട്ടും. ടൊമാറ്റോയിലെ വെള്ളം അങ്ങ് മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. കൂടെ 2 സ്പൂൺ റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാസ്ത ഇതിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ പതുക്കെ അതൊന്ന് ഇളക്കി ആ മസാല എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്ന് ആക്കി കൊടുക്കുക. നമ്മളിതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. കാരണം ഈ സോയാ സോസിൽ, ടൊമാറ്റോ സോസിൽ, അതുപോലെ തന്നെ റെഡ് ചില്ലി സോസിൽ എല്ലാത്തിലും തന്നെ, അതുപോലെ ചിക്കൻ ക്യൂബിൽ എല്ലാത്തിലും ഉപ്പുണ്ട്. അതുകൊണ്ട് ഉപ്പ് നമ്മൾ അല്പം പോലും ഇട്ടിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. കൂടെ നമുക്ക് ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പാസ്ത റെഡിയായി. ഇനി നമുക്ക് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാസ്ത റെഡിയായി. ഇനി നമുക്ക് ചൂടോടെ തന്നെ ഇത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് ഇത്. ഇതിലേക്ക് കുറച്ച് നമുക്ക് മയോണൈസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.